സാർ ഇപ്പൊ പറഞ്ഞല്ലോ ഈ കർക്കിടക മാസത്തില് ദഹനമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതില് പ്രധാനമായിട്ടും നമ്മളുടെ അഗ്നി, അതായത് നമ്മളുടെ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള ഡൈജസ്റ്റീവ് ഫയർ എന്നൊക്കെ നമുക്ക് പറയാം. ഇത് വളരെ ഇംപെയർഡ് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ വീക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഒരു സീസണിൽ നിന്നും വേറൊരു സീസണിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ദോഷങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് പിത്തവാദങ്ങളുടെയൊക്കെ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് നമ്മളുടെ ഈ ഡൈജസ്റ്റീവ് ഫയറിന്റെ ഒരു വീക്ക്നെസ്. അപ്പം ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ പ്രയാസമാണ് ശരീരത്തിന്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ, അതായത് മഴക്കാലത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സമയങ്ങളിൽ നമ്മൾ പൊതുവെ വളരെ ലൈറ്റ് ആയിട്ടുള്ള, അതായത് ലഘുവായിട്ടുള്ളതും നമുക്ക് ദഹിക്കാൻ വളരെ എളുപ്പത്തിലുമായിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ ഈ സമയങ്ങളിൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാർന്നവന്മാരൊക്കെ പണ്ട് ഈ കർക്കിടക സമയത്ത് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നൊരു കഞ്ഞി കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. പിന്നിപ്പോൾ അതെല്ലാം കിറ്റുകളിലൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ പണ്ട് കാലങ്ങളിൽ വീട്ടിൽ ഉണ്ടാക്കി വൈകുന്നേരങ്ങളിൽ ഇതാണ് കഴിച്ചു വന്നിരുന്നത്. അത് ദഹിക്കാൻ വളരെ എളുപ്പവും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് അത് സഹായിച്ചു.